നമുക്കിന്ന് വീട്ടിൽ തന്നെ ഒരു ടൊമാറ്റോ സോസ് ഉണ്ടാക്കിയാലോ. കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ അതിന് നല്ല പഴുത്ത തക്കാളി കേട്ടോ വേണ്ടത്. ഇങ്ങനൊരു വലിയ ഒന്നും ചെറിയ രണ്ടുമായിട്ടുള്ള 3 തക്കാളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഒരു 4-5 വെള്ളത്തിൽ കഴുകിക്കഴിഞ്ഞതിന് ശേഷം ഒന്ന് നിങ്ങൾക്ക് ഏത് രീതിക്ക് വേണ്ടിക്കും മുറിച്ചിടാം. അപ്പം മുറിച്ചിട്ടിട്ട് ഒരു കഷ്ണം പട്ടയും 2 ഗ്രാമ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. വേവിക്കില്ല, അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ഇനി ഒന്ന് കുറച്ച് സമയം ഇത് വേവട്ടെ. അടച്ചു വെക്കാം നമുക്കിനി. അപ്പോൾ അടച്ചു വെച്ച് കുറച്ച് സമയമായി. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ ഏകദേശം ആയി വന്നിട്ടുണ്ട്. നല്ലോണം വെന്തിട്ട് ആ തോല് പൊളിയൂലേ, അതുപോലെയാണ്. അപ്പോൾ നമുക്കിനി അത് നമ്മൾ ഇട്ട് വെച്ചിട്ടില്ലേ പട്ടയും ഗ്രാമ്പും, അത് നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ അതിൻ്റെ ചൊയ ഇതിന് ഫ്ലേവർ ഉണ്ടാവും, പക്ഷേങ്കിൽ അത് നമ്മൾ മിക്സിയിട്ട് അരക്കുമ്പോൾ ഒരു കുത്തുന്ന പോലെ ഉണ്ടാകും. അതുകൊണ്ട് ഞാനത് മാറ്റി വെച്ച്. അപ്പോൾ ഇത് നല്ലോണം വെന്തുടഞ്ഞിട്ടുണ്ട്. കുറച്ച് സമയം കൂടി ഒന്നട വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി ഇത് അരക്കേണ്ടത്. അപ്പോൾ ഈ ചൂടോടുകൂടി മിക്സിയിലിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് സമയം തണിയാൻ വേണ്ടിയിട്ട് വെക്കുക. തണിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്ത് സാധനമാണെങ്കിലും കുറച്ച് തണിയണ്ടേ, എന്നാൽ മാത്രമേ മിക്സിയിലിട്ട് അടിക്കാനൊരു ഇതുണ്ടാവും. അങ്ങനെ ചൂടുള്ളത് അരച്ച് കഴിഞ്ഞാൽ മോശമല്ലേ. അപ്പോൾ കുറച്ച് തണിഞ്ഞ് കഴിഞ്ഞേരം മിക്സീൻ്റെ ജാറിലോട്ട് തക്കാളി ഇട്ട് കുറച്ച് ഉപ്പും ഇട്ട് പിന്നെ കുറച്ച് പഞ്ചസാര, അതിൽ എനിക്ക് ആവശ്യത്തിനില്ലേ അത് ഞാൻ ഇട്ട്. അപ്പോൾ ഓരോരുത്തർ തക്കാളി എടുക്കുന്നതിനനുസരിച്ചിട്ട് എത്ര വേണോ ഉപ്പ് ഇതെല്ലാം നോക്കിയിട്ട് ഇടുക. പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കുറച്ച് വിനീഗർ ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് പോലെ അരക്കണം. അപ്പോൾ പേസ്റ്റ് പോലെ അരച്ച് കഴിഞ്ഞിട്ട് തരിപ്പൊന്നും ഒരു അത്യാവശ്യം നല്ലോണം അരക്കണം. മിക്സിയിലിട്ട് അരക്കട്ടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് അതേ പാത്രത്തിൽ തന്നെ ഇത് അരിച്ചിട്ട് ഒഴിക്കാം. ഞാൻ അരിക്കുന്ന കേട്ടോ, ഒരു അരിപ്പ എടുത്തിട്ട് കുറച്ച് കട്ടയുണ്ടെങ്കിൽ അത് നമ്മുടെ ടൊമാറ്റോ സോസിലൊന്നും കാണുന്നില്ലേ, ഒരു കട്ടിയൊന്നും ഉണ്ടാവില്ലല്ലോ, അത്ര നല്ല ലൂസായിട്ടല്ലേ ഉണ്ടാവുക. അപ്പം അങ്ങനെ അരിക്കുക. ഞാൻ ഇച്ചിരിയും കൂടി നോക്കും, പഞ്ചസാര കുറച്ച് കുറവുള്ളതുപോലെ തോന്നി. അപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് പിന്നെയും നമുക്ക് ചൂടാക്കണം. അതായത് ഇപ്പം ഇങ്ങനെ കുറുകിയിട്ടൊന്നുമില്ല. അപ്പോൾ നല്ലോണം കുറച്ച് നന്നായിട്ട് ഇതിപ്പം വെള്ളം പോലെയല്ലേ ഉള്ള. അപ്പോൾ നമുക്കറിയാമല്ലോ എങ്ങനെയാണ് ടൊമാറ്റോ സോസ് ഉണ്ടാവുക. ആ ഒരു ലെവലെത്തുമ്പോൾ തീ ഓഫ് ചെയ്യുക. അപ്പോൾ അതുവരെ ഒന്ന് കുറുക്കി ഇതിനെ മാറ്റുക. കുറച്ചൊരു മെനക്കേടുണ്ട്, ഈ ഒന്ന് ഇതാക്കേണ്ട പരിപാടിയേ ഉള്ളൂ. അല്ലാണ്ട് വെറുതെ കുട്ടികൾക്കെല്ലാം വെറുതെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കുന്നതിനെക്കാട്ടും ബെറ്റർ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക. നമുക്ക് സേഫാണല്ലോ, നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണല്ലോ എന്നുള്ളതിൽ നമുക്ക് കൊടുക്കുക. പുറത്തുനിന്നുള്ളതിന് എന്തെങ്കിലും ഒരു കെമിക്കലോ എന്തെങ്കിലും ഇല്ലാണ്ട് ഇത്രയും നാളൊന്നും കേടുകൂടാണ്ട് വെക്കില്ലല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് തന്നെ സ്വന്തമായിട്ട് അങ്ങ് ഉണ്ടാക്കുകയും ചെയ്യാം, കുട്ടികൾക്ക് സേഫായിട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ കുറുക്കി എടുക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഇതുപോലെ, ചിലർക്ക് നല്ല കട്ടിയിലായിരിക്കും വേണ്ടത്, നല്ല തിക്കായിട്ടായിരിക്കും, ചിലർക്ക് നല്ല ലൂസായിട്ടായിരിക്കും വേണ്ടത്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുറുക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഏകദേശമായി കുറുകി നമുക്ക് നല്ലോണം കുറുക്കി കണ്ടോ. ഇത് ഞാൻ പിന്നെയും കുറച്ചും കൂടി കുറുക്കി കണ്ട.
നല്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിനെ. നമ്മൾ ബ്രെഡിലെല്ലാം ആക്കുമ്പോൾ നല്ല ഇത് വന്നിന്. ഇതാട്ടെ ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ നമുക്ക് തണിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കുപ്പിയിലാക്കിയിട്ട് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം.